ഹലോ മുത്തുമണീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വാഴത്തോലി കറി, നാടൻ കറി കേട്ടോ. അപ്പോൾ ഇത് വെക്കണവരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ പാലക്കാട് എല്ലാവരും ഇത് വെക്കും. അപ്പോൾ ഇത് വെക്കാൻ നമ്മൾ കടലപ്പരിപ്പ്, കൊള്ള്, ചെറുപയർ ഒക്കെ ഇട്ട് വെക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് എന്തിട്ട് വെച്ചാലും. നമ്മുടെ നാടൻ ഹെൽത്തി കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വാഴത്തോലി കിട്ടിയപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വാഴത്തോലി കറ പോകാൻ വേണ്ടിയൊക്കെ മുറിച്ച് രാവിലെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കറ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിൽ. അപ്പം ഞാൻ അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും വേണം. ഇപ്പോൾ കടലപ്പരിപ്പും 2 പച്ചമുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ അധികം ഇടാറില്ല കേട്ടോ, കുറച്ച് ഇടാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആരെയും കറി വെക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊന്ന് വറുക്കുകയാണ്. പിന്നെ നമ്മൾ കുക്കർ ഒന്ന് ഇടണം കേട്ടോ. നമ്മൾ വെന്ത് വിസിലൊക്കെ വന്ന ശേഷം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങ അരച്ച് ചേർത്ത് പിന്നെ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് അപ്പോൾ നമുക്ക് പെറ്റൂട്ടാൻ പോലെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കഞ്ഞിയും ഇതൊക്കെ നല്ല സൂപ്പറാട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വാഴത്തോല് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. വാഴത്തോല് മാത്രമല്ല, നമ്മൾ വാഴയ്ക്ക് ഇതുപോലെ വെക്കാം കേട്ടോ. വെള്ളപ്പയർ, കൊള്ള്, ചെറുപയർ അങ്ങനെ പലതും ഇട്ടിട്ട് നമുക്ക് വെക്കാം. നല്ല രസമാണ്. തേങ്ങ ജീരകമൊക്കെ അരച്ചിട്ട് പിന്നെ വെളിച്ചയിൽ തൂമിച്ചാൽ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തിരി കടുകും കറിവേപ്പിലും വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഉത്തമമായി കേട്ടോ. പിന്നെ ഞാൻ മുളക് പൊടി പച്ചമുളക് ഇട്ടുകൊണ്ട് വറ്റൽമുളക് ഇട്ടില്ല. എരിവിന് അധികമായ കുട്ടികളൊക്കെ കഴിക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല കേട്ടോ, അത് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴത്തോല് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.